ഹലോ ഗൈസ്, ഞാനിന്ന് വന്നേക്കണമെന്ന് പറഞ്ഞില്ല ഗൈസ്, പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു റിലീസിങ് ആവാൻ പോണ ഫോണാണ്. ഇനി 2 ദിവസം കൂടി കഴിയുമ്പോൾ ആ ഫോൺ റിലീസ് ആവും. ആ ഫോണിന്റെ പേരാണ് ഹുവായി നോവ 16SE. ഓക്കെ, ഇതിന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇത് റിലീസ് ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഓഗസ്റ്റ് 5-ാം തീയതി 2026. ഇനി എന്താ 2-3 ദിവസം കൂടി എന്തോ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫീച്ചറിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിന്റെ ഫീച്ചറുകൾ പറയാനാണ് ഗൈസ്, ഈ ഹുവായി നോവ 16SE എന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫോണിന്റെ ഡിസ്പ്ലേ വന്നെന്ന് പറഞ്ഞാൽ 6.84 ഇഞ്ചിന്റെ LTPS OLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, 6.84 ഇഞ്ചിന്റെ LTPS OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വന്നേന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, സെറ്റ് അല്ലേ ഗൈസ്? നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഓക്കെ, വലിയ കുറ്റങ്ങളൊന്നും എനിക്ക് പറയാനില്ല അതിനെപ്പറ്റി. ഓക്കെ, നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഗൈസ്, രണ്ടാമത്തെ പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. എല്ലാ ഫോണുകളുള്ള പോലെ തന്നെ 120 Hz ആണ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് തന്നെ എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ്. ഓക്കെ, പിന്നെ ഗൈസ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറച്ച് കേടില്ല ബാറ്ററിയാണ്. കുറച്ച് അധികം ഗൈസ്, 8500 mAh ബാറ്ററിയാണ് വന്നത്. 8500 mAh ഒരു കിടിലൻ ബാറ്ററിയാണ് ഈ ഫോൺ വന്നത്. ഓക്കെ, ഒരു ദിവസം മൊത്തം ചാർജ് ചെയ്യുന്നോളൂ. ഒരു ദിവസം ഒരു 1.5 ദിവസമൊക്കെ മൊത്തം എന്തായാലും പ്രോമിസ് ആയിട്ടും ചാർജ് ചെയ്യുന്നോളൂ. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഹുവായി നോവ 16SE ചാർജർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 66 വാട്ടിന്റെ 66 വാട്ടിന്റെ ഫാസ്റ്റ് വയേർഡ് ചാർജിങ് ആണ് ഈ ഫോൺ വരുന്നത്. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 8GB 12GB റാം വരുന്നുണ്ട്. 256GB ആണ് ഈ ഫോണിന്റെ സ്റ്റോറേജ്. ഓക്കെ, അതാണ് ഗൈസ്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും വന്നിട്ടുണ്ട് ഈ ഫോണിൽ. ഓക്കെ, മറ്റേ ഇതില്ലേ ഗൈസ്, ഏതാണെന്നറിയോ, ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിൽ വന്നില്ല കേട്ടോ. ഹെഡ്ഫോൺ ജാക്കിൽ വന്നില്ല. നിങ്ങൾ USB-C വെച്ച് കണക്ട് ചെയ്തിട്ട് ഹെഡ്ഫോൺ കുത്തേണ്ടി വരും. ഇതിന് അല്ലാണ്ട് ഹെഡ്ഫോൺ ജാക്കൊന്നും ഈ ഫോണിൽ വന്നില്ല കേട്ടോ. ഓക്കെ, അതാണ് ഗൈസ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 MP പ്രൈമറി റെയർ ക്യാമറയാണ് വരുന്നത്. ഓക്കെ, ഒരു നോർമൽ ക്യാമറയാണ്. കുറച്ച് നോർമൽ ലെവലിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ഗൈസ്, ഈ ഫോണിന്റെ വില വന്നെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 28,000 രൂപയാണ്. 28,000 ആണ് ഈ ഫോണിന്റെ വില വന്നെന്ന് പറഞ്ഞാൽ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായത്. ഗെയിമിങ്ങിന് യൂസ് ആവുന്ന ഫോണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗെയിമിങ്ങിനൊന്നും യൂസ് ആവുന്ന ഫോണല്ല. പക്ഷെ ഒരു നോർമൽ പേഴ്സണ്, ഒരു സാധാരണക്കാരന് ഡെയിലി യൂസിന് പറ്റണ ഒരു കിടിലൻ ഫോൺ എന്ന് പറഞ്ഞാൽ കിടിലൻ ഫോൺ അങ്ങനെ പറയുള്ളൂ. അതിന് പറ്റണ അത്ര നല്ല ഫീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് കൂടി കൊടുക്കായിരുന്നു, അത് കൊടുത്തില്ല. പക്ഷെ ഫിംഗർ പ്രിന്റ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതിന്റെ കാണാനായാലും നല്ല ഭംഗിയുണ്ട്. 50 MP ഒരു പ്രൈമറി എയർ ക്യാമറയാണ്. നോർമലി തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ട് ഒരു ഓക്കെ ഗൈസ്, ഓക്കെയാണ്. ഒരു നോർമൽ പേഴ്സൺ എന്തായാലും ഇത് അടിപൊളി ഫോൺ തന്നെയാണ്. 28,000 രൂപയ്ക്ക് എന്തായാലും ഈ ഫോൺ വെർത്ത് ആണെന്ന് വെച്ചാൽ ഞാൻ പറയും വെർത്ത് ആയിട്ടുള്ള ഫോണാണ് ഈ ഹുവായി നോവ 16SE എന്ന് പറഞ്ഞ ഫോൺ. ഓക്കെ, ഓഗസ്റ്റ് 5-ാം തീയതി ഫോൺ എന്തായാലും ഇറങ്ങും. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഒരു സാധാരണക്കാരന് ഡെയിലി യൂസിന് പറഞ്ഞ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫോൺ ഞാൻ പറയുള്ളൂ. ഗെയിമിങ്ങിന് ഈ ഫോൺ എന്തായാലും പറ്റത്തില്ല, അത് ഞാൻ ഉറപ്പ് വരാം. സാധാരണ യൂസിന് എല്ലാം അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ അവർ നല്ല സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണക്കാരൻ എന്തായാലും ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 1.5 ദിവസമൊക്കെ ചാർജ് ചെയ്യുന്നുള്ളൂ, അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗൈസ്, ഈ ഫോണിന്റെ പ്രോസസ്സർ, ആ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഗൈസ്. ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കിരിൻ കിരിൻ 8020. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പ്രോസസ്സർ തന്നെയെന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറയാൻ പറഞ്ഞു, സോറി. അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇത്ര ഞാൻ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ എടുത്തത്, കാരണം ഞാൻ നോക്കിയിട്ട് പോലും കുറേ ഇതിന്റെ ഫീച്ചേഴ്സ് കിട്ടണില്ല. പിന്നെ കുറെ അന്വേഷിച്ചിട്ടാണ് ഇതിന്റെ ഇത്രയെങ്കിലും കിട്ടിയത് എനിക്ക്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. 2-3 ദിവസം കഴിയുമ്പോഴത്തേന് ഈ ഫോൺ ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നോർമൽ റേഞ്ചിലെ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്കായിട്ടുള്ളതാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരയ്ക്ക്. ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.